ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോപ്പി ഫോർ ഹാപ്പി. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ സ്നോ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇവർ ഷൂസ്, നമ്മുടെ ഫുഡ് വെയർസൊക്കെ ഇടാനായിട്ടൊരു ബാഗ് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. ബോട്ടം ഒരു തരത്തില്ല, നമുക്ക് ജാക്കറ്റ് തരും. അപ്പോൾ ഞാൻ ആക്ച്വലി അബ്രൂവിന് ഒരു 3/4 ഇട്ടിരുന്നത്. അപ്പം ഒരു ലെഗിങ്സ് അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ലെഗിങ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലത്തെ പാൻറ്റ് കിട്ടത്തില്ല കേട്ടോ, ഈ ജാക്കറ്റിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെ പാൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അബ്രൂവിനൊരു ലെഗിങ്സും കൂടി മേടിച്ചു. ബാക്കിയെല്ലാം നമ്മൾ പോകുമ്പോൾ റിട്ടേൺ കൊടുക്കണം. ഇത് നമ്മൾ വാങ്ങുന്നതാണ്, 150 rupees കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതാണ്, അത് അവർ റിട്ടേൺ കൊടുക്കണ്ട. പിന്നെ നമ്മളപ്പോൾ റെഡിയാവുന്ന വീഡിയോ ആണ്. റെഡിയായെല്ലാം കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് കയറും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 1-2 സ്ഥലങ്ങളിൽ പോയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തേക്കാം ഐ ബട്ടണിൽ, നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ് വരുന്നത്. വേറെ ഏതോ ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതിങ്ങനെ കണ്ടപ്പോഴത്തേക്കിനും മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു 1 hour കളിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഈ പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് പിള്ളേരുടെ പിറകെ ഇങ്ങോട്ട് നടക്കുമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി തിരിച്ചിങ്ങ് വന്നിട്ടാണ് അവിടെ മുകളിലോട്ട് കയറാനും, അവിടെ മുകളിലിങ്ങനെ എന്താണ് സൈഡിൽ സ്ലൈഡ് ചെയ്തൊരു മാറ്റ് വെച്ചിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊന്നും കയറിയില്ല. അപ്പോൾ അബ്രു ആണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ തണുപ്പ് കൂടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എക്സിറ്റ് ഡോറുണ്ട്, അപ്പോൾ അതിൻ്റെ സൈഡിൽ പോയി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് തണുപ്പ് മാറി ഇച്ചിരി ഒന്ന് മാറി ഷൂസും ബൂട്ട്സൊക്കെ ഒന്ന് മാറി ഒന്ന് കാലൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് പിന്നെ പുള്ളി വരണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന വഴിയിൽ ഇത് ആക്ച്വലി മിസ്സായിപ്പോയി കേട്ടോ. സോ എന്തെങ്കിലും ആരെങ്കിലും ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചു പൊളിക്കണം കേട്ടോ, നല്ല രസമാണ്. ഇപ്പോൾ വന്ന ഒരാൾ വീണില്ലേ, അതുപോലെ നമ്മൾ വരണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ പിള്ളേരായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് അവരുടെ ഒരു കംഫർട്ടബിൾ നമ്മൾ നോക്കണം, ഒത്തിരി പിള്ളേർ തണുത്ത് പോകാണ്ട് നോക്കണം, അങ്ങനെയൊക്കെ. ഇതാണ് കാനഡ. എവിടെ നമുക്ക് പോവാം? വെള്ളമായില്ലേ അത്? കൊള്ളാം മക്കളെ, പറ. പിന്നെ നമുക്ക് അതിനുള്ളിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അപ്പോൾ ഞാൻ ആദ്യം കയ്യിൽ കെട്ടിക്കുന്ന ബാൻഡ് കാണിച്ചില്ല, അല്ലെ QR കോഡ്. നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ, അവിടെ കൊണ്ട് കൊടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കെടുത്ത ഫോട്ടോസ് എല്ലാം അവർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് അവിടെ നിന്ന് തന്നെ ഫ്രെയിം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പിയാണ് വേണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുക്കാം. നമ്മൾ ആക്ച്വലി സോഫ്റ്റ് കോപ്പിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻ്റ് ഔട്ടൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. അല്ലോ എനിക്ക് ഇറങ്ങണം വെളിയിൽ, തണുക്കണ്. അപ്പോൾ നമ്മൾ സ്നോ സിറ്റിയുടെ ഈ ഒരു പോർഷൻ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പിള്ളേരൊക്കെ നല്ല കാലൊക്കെ നല്ല തണുത്തിരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അസാനുവിനെ അബ്രുവിനെ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരിങ്ങനെ കാലൊക്കെ ഇച്ചിരി ചൂടാക്കിയൊക്കെ തന്നു കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.